പടച്ചവനെ നമസ്കാരം ഒരു കോമാളിത്തരം പോലെയാണ് ചിലർക്ക്. അവന് വൈലെന്ന് പറയുന്ന നരകമുണ്ടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവേ വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവനാണെന്ന് പറയുമ്പോ നിസ്കരിക്കാത്തവന്റെ കാര്യം പറയാനില്ല. എന്തിനാ കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. കൂടിപ്പോയാൽ മരിക്കും, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. മരണത്തെ കുറിച്ചല്ലേ പറയാൻ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. എല്ലാവരും മാറിയിരുന്നു ഇങ്ങോട്ട് നോക്കാം. നിങ്ങൾ എന്തിനാ പേടിക്കണം? ഞാനല്ലേ കരണിന്റെ അടുത്ത് ഇരിക്കണേ. അടിച്ച ആദ്യം എനിക്കല്ലേ അടിക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമസ്കരിക്കാത്തവന്റെ കാര്യമല്ല പറയുന്നത്. അല്ലാഹുവേ നിസ്കരിക്കാത്ത മനുഷ്യനുണ്ടല്ലോ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നമസ്കരിക്കാത്തവന് കാഫിറാണ്. ഒരു വഖത്ത് നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാൽ, ഒരൊറ്റ വഖത്ത് നമസ്കാരം ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ ഒരു വഖത്ത് നിസ്കാരം എന്ന് മുടക്കിയിട്ടുണ്ടോ അവന് കാഫിറാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ എങ്ങനെയാ വരുന്നതെന്നറിയുമോ? നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് നമസ്കരിക്കാത്തവന് കടന്നു വരുന്നത് പന്നിയുടെ കോലത്തിലാ. പ്രവാചകനവിടെന്ന് പറയുന്നു, കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് പന്നിയുടെ രൂപത്തിലാണ് കടന്നു വരുന്നത്. പ്രവാചകൻ മെഹ്റാജിന്റെ രാത്രിയിൽ നോക്കുമ്പോ ഒരു വല്ലാത്ത കാഴ്ച കാണുകയാ. നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മെഹ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഒരു വിഭാഗം ജനങ്ങളുടെ തലയുടെ മുകളിലേക്ക് മലക്കുകൾ പാറക്കല്ലെടുത്തിടുകയാണ്. അല്ലാഹുവേ ഭയാനകമായ പാറക്കല്ലെടുത്തു കൊണ്ടുവന്ന് ചില ചെറുപ്പക്കാരുടെ തലയുടെ മുകളിലേക്ക് ഇടുകയാണ്. പപ്പടം പൊട്ടുന്നത് പോലെ പൊടിയുന്നത് പോലെ അവന്റെ തലച്ചോറ് വരെ പൊട്ടിച്ചിതറുകയാ. എന്നിട്ട് താഴെ വീണ കല്ല് രണ്ടാമതും മലക്കുകൾ എടുത്തിട്ട് തിരിച്ചു വരുമ്പോ ആ പൊട്ടിയ തല പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നെയും മലക്കുകൾ അവന്റെ തലയിലിടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ മൻ ഹൗലായി യാ ജിബ്രീൽ, ഈ വൃത്തികെട്ടവരാരാണ് ജിബ്രീലേ? നബിയേ നിസ്കാരം ഉപേക്ഷിക്കുന്നവരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും നിസ്കരിക്കുന്നവരാ. പക്ഷേ നമ്മുടെ നിസ്കാരം ഒരു കളിയാണല്ലോ. നമ്മുടെ നമസ്കാരം പടച്ചവനെ അതൊരു കോമാളിത്തരം പോലെയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിക്കുകയാണ്. ആ മനുഷ്യൻ നമസ്കാരത്തിന്റെ ഇടയിൽ തന്റെ താടിയൊന്ന് നേരെയാക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിക്കുകയാണ്. താടി പിടിച്ച് നേരെയാക്കിയ മനുഷ്യൻ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് അല്ലാഹനെ പേടിയില്ലേടാ? നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹയെ കുറിച്ചുള്ള ചിന്തയില്ലേ? നമസ്കരിക്കുമ്പോ താടി നേരെയാക്കുന്നല്ലോ. ഈ കണക്കിലാണ് നീ മരിക്കുന്നതെങ്കിൽ നീ എന്റെ സമുദായമായിട്ടാണ് മരിച്ചതെന്ന് കരുതല്ലേ. എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരത്തിൽ താടി നേരെയാക്കിയ ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ നമ്മുടെ നമസ്കാരം എങ്ങനെയെന്നറിയോ? പടച്ചവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരുപാട് നിസ്കാരം വേണമെന്നില്ല. ഒരു വഖത്ത് നിസ്കാരം മതി നിനക്ക് സ്വർഗം കിട്ടാൻ. ഒരേ ഒരു വഖത്ത് മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ. അല്ലാഹുവേ,
അല്ലാഹുവേ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുമ്പോ വലതുഭാഗത്തൊരു മലക്ക് കടന്നു വരികയാ, ഇടതുഭാഗത്ത് ശൈത്താനും കടന്നു വരികയാ. എന്നിട്ട് പടച്ചവരെ, ഞാനും നിങ്ങളും നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി കഴിയുമ്പോ ശൈത്താൻ അടുത്ത് നിന്നിട്ട് മറന്നുപോയ കാര്യങ്ങൾ മുഴുവനും വദാ പറഞ്ഞു തരികയാണ്. നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുന്ന മനുഷ്യന്റെ ചാരത്ത് ശൈത്താൻ വന്ന് നിന്നിട്ട് പഴയ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു തരികയാണ്, മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയുന്നു, മനുഷ്യ, നീ അല്ലാഹുവിന്റെ മുന്നിലാ നിൽക്കുന്നത്, നീ അല്ലാഹുവിന്റെ മുന്നിലാ നിൽക്കുന്നത്, അവന് പറയുന്നത് അനുസരിക്കല്ലേ. എന്റെ പ്രിയമുള്ളവരെ, മലക്ക് നമ്മളോട് പറഞ്ഞു തരികയാ, അല്ലാഹുവേ നമസ്കാരത്തിന്റെ സമയത്ത് സുജൂദ് ദീർഘിപ്പിക്കണമെന്നാണ്, ഒരുപാട് നേരം സുജൂദ് ചെയ്യണമെന്നാ. കാരണം എന്തെന്നറിയുമോ? പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിലേക്ക് വരികയാണ്. ഒരു മനുഷ്യൻ സുജൂദിൽ കിടക്കുമ്പോ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അവന്റെ തലയുടെ മുകളിൽ വരും. എന്നിട്ടതാ പാപങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ കിടക്കുമ്പോ അവന്റെ തലയിൽ നിന്ന് ഇങ്ങനെ പാപങ്ങൾ പൊഴിഞ്ഞു വീഴുകയാ. നമസ്കാരം കഴിയുമ്പോ അല്ലാഹുവേ, ശൈത്താൻ പറഞ്ഞതനുസരിച്ച മനുഷ്യനോട് മലക്ക് പറയുന്നു, എടാ പരാജയപ്പെട്ടവനെ, ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമായിരുന്നു, നീ നരകവാസിയായി പോയല്ലോ. പടച്ചവനെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് 2 റക്അത്ത് നിസ്കരിച്ച് കഴിയുമ്പോൾ അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ മാറുകയാണ്. സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുകയാ. മലക്കുകൾ പറയുന്നു, നീ എത്ര വലിയ ഭാഗ്യവാനാ, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണല്ലോ, നിനക്ക് സ്വർഗ്ഗമുണ്ടല്ലോ, സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, 2 റക്അത്ത് നിസ്കാരം മതി മോനെ, ഒരു വഖത്ത് നിസ്കാരം മതി, പടച്ച റബ്ബിന്റെ സ്വർഗ്ഗം നിനക്ക് കിട്ടാ. എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ? എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ? മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ഉർവ റളിയല്ലാഹു തആല അൻഹു. തന്റെ വിരൽ പഴുക്കുകയാണ്, തന്റെ കാലിന്റെ വിരലിൽ പഴുപ്പായി. വൈദ്യന്മാര് പറഞ്ഞ് വിരൽ മുറിച്ച് കളയണം, അല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും. ഉർവതങ്ങൾ പറഞ്ഞ് എനിക്ക് നിസ്കരിക്കണം, ഉർവതങ്ങൾ പറഞ്ഞ് എനിക്ക് നിസ്കരിക്കണം. അല്ലാഹുവേ, കാലിന്റെ വിരലിൽ നിന്ന് പഴുപ്പ് കയറി കാൽപത്തി മുഴുവനും പഴുപ്പായി. അപ്പോഴും വൈദ്യന്മാര് പറഞ്ഞ് കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അതാ കാലിന്റെ മുകളിലേക്ക് പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്. ഉർവതങ്ങളെ സമ്മതിച്ചില്ല. അവസാനം തന്റെ കാലിന്റെ അതാ മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പിങ്ങ മുകളിലേക്ക് കയറുമ്പോ അവസാനം ഉർവതങ്ങളോട് റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ, കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ മുകളിലേക്ക് പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്നനുസരിക്ക്. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാല് മുറിക്കാൻ സമ്മതിക്കുകയാ. അവസാനം വൈദ്യന്മാര് ഒരു പാത്രത്തിൽ കള്ള് കൊണ്ടുവരികയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങളെ, ഈ കള്ള് കുടിക്കണം. അല്ലാഹുവേ, അവിടുന്ന് ഞാൻ പറഞ്ഞു, ഉർവതങ്ങൾ പറഞ്ഞു, ഞാൻ കുടിക്കൂല, ഇത് കുടിച്ചാലേ കാല് മുറിക്കാൻ പറ്റൂ, വേദന അറിയാതിരിക്കണമെങ്കിൽ ഇത് കുടിക്കണമല്ലോ, വേദന അറിയാതിരിക്കണമെങ്കിൽ ഇത് കുടിക്കണമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, അതിന് നിങ്ങൾ എന്നെ കൊണ്ട് കള്ളു കുടിപ്പിക്കണ്ട. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തന്നറിയോ, ഞാനൊന്ന് വുദുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം, ഞാൻ
അവിടുത്തെ 2 റക്അത്ത് നിസ്കരിക്കാം. ആ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉർവ റളിയല്ലാഹു തആല അൻഹു ഉദവെടുത്തു. അവിടുന്ന് നിസ്കരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ അതാ വജ്ജഹത്ത് ബോധി കൈകെട്ടിയതാ വജ്ജഹത്ത് ബോധി അവിടുന്ന് ഫാത്തിഹ ബോധി സൂറത്ത് തുടങ്ങുമ്പോ വൈദ്യന്മാര് കാല് മുറിക്കുകയാ. ഒരു മരുന്നും കൊടുക്കാതെ, അല്ലാഹുവേ മയക്കാതെ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ പച്ചയായ ഒരു മനുഷ്യന്റെ കാല് മുറിക്കുകയാണ്. അല്ലാഹുവേ ഉർവ തങ്ങൾ അറിഞ്ഞില്ല. ഞാനും നിങ്ങളും ഒരു കൊതുവ് കടിച്ചാ തിരിച്ചറിയുമല്ലോ. അല്ലാഹുവേ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലപരങ്ങ് വെട്ടിമുറിച്ചു. പടച്ചവനെ തങ്ങൾ അറിഞ്ഞില്ല. കാലിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. ബ്ലഡ് നിൽക്കാതെ ഇങ്ങനെ ഒലിക്കുമ്പോ സൈതന്നെ തിളപ്പിച്ചിട്ട് ചോര നിൽക്കുന്നതിന് വേണ്ടി രക്തം നിൽക്കുന്നതിന് വേണ്ടി എന്ന് ചെയ്തിരുന്നത് അല്ലാഹുവേ സൈതന്നെ തിളപ്പിച്ചിട്ട് മുക്കുകയാ. തിളച്ച എണ്ണ തന്റെ മുറിച്ച കാലിലേക്ക് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ് പിടഞ്ഞങ്ങ് വീഴുകയാ. അവിടുത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പടച്ചവരെ, വൈദ്യന്മാര് മുഴുവനും ഇങ്ങനെ അതാ അവിടുന്ന് ബോധം തിരിച്ചു വരുന്ന സമയത്ത് കാല് മുറിച്ചു മാറ്റി എന്ന് പറയാൻ വേണ്ടി എല്ലാവരും നിൽക്കുമ്പോ അല്ലാഹു ആ മനുഷ്യന് കൊടുത്ത മറ്റൊരു പരീക്ഷണം എന്തെന്നറിയോ? അല്ലാഹുവേ, തന്റെ മക്കളിൽ അവസാനത്തെ ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകം ചവിട്ടികെട്ട് മരിക്കുകയാ. അല്ലാഹുവേ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് തന്റെ ചെറിയ മകനങ്ങ് മരണപ്പെട്ടു. ഉർവതങ്ങളെ ബോധം കെട്ട് കിടക്കുകയാണ്. ബോധം തിരിച്ചു വരുമ്പോ ആദ്യം എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ ചെറിയ മകനതാ മരിച്ചെന്ന് പറയണോ? കാല് മുറിച്ചു മാറ്റിയ കാര്യം പറയണോ? വൈദ്യന്മാര് എല്ലാവരും ഇങ്ങനെ വല്ലാത്ത പ്രയാസത്തിലാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു തനിക്ക് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. അവിടുന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. രണ്ടാമതായി പറഞ്ഞു, തങ്ങള് നിങ്ങളുടെ ചെറിയ മകനും മരണപ്പെട്ടു പോയി തങ്ങള്. അപ്പോഴും പറഞ്ഞു, ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. എല്ലാവരും അത്ഭുതത്തോടെ ചോദിച്ചു, കാല് മുറിച്ചു മാറ്റിയിട്ടും അൽഹംദുലില്ലാഹ് പറഞ്ഞതെന്താ? അവിടുന്ന് പറഞ്ഞു, അല്ലാഹു എനിക്ക് 2 കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ എടുത്തു മാറ്റിയല്ലോ, ഒരു കാല് പടച്ച റബ്ബ് എനിക്ക് നൽകിയല്ലോ. എന്നിട്ട് പറയുന്നു, എന്റെ മക്കളിൽ ഒരാളെയല്ലേ അല്ലാഹു തിരിച്ചു വിളിച്ചുള്ളൂ, എനിക്ക് ബാക്കി മക്കളെ പടച്ചവൻ തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഉർവ റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാ. പടച്ചവരെ, അവിടുന്ന് വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഇനി മുതൽ എനിക്ക് ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാഹ്. ഇനി മുതൽ ഒരുപാട് സമയം നിസ്കരിക്കാൻ എനിക്ക് ഒരു കാലല്ലേ ഉള്ളൂ അല്ലാഹുവേ, എനിക്ക് കഴിയില്ലല്ലോ എന്നോർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ, ചെറുപ്പക്കാരാ, നമസ്കാരം എന്ന് പറഞ്ഞാൽ അതാണടാ പൊന്നുമൂര്. നമ്മൾ കാണിക്കുന്ന കോമാളിത്തരമല്ല, ചാടിക്കേറി പള്ളിക്കകത്ത് പോയിട്ട് അല്ലാഹുവിനെ കളിയാക്കല. അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിസ്കരിക്കണം. ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഇതുപോലെ നിസ്കരിച്ചാ നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ, എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, എന്ന് നമ്മളെ നമസ്കരിക്കുന്നത് കാണുമ്പോ ശൈത്താൻ പോലും നമ്മുടെ നമസ്കാരം കണ്ടിട്ട് ചിരിക്കുകയാ. പടച്ചവനെ, എങ്കിലും ചില ആൾക്കാര് നിസ്കരിക്കുന്നത് കാണുമ്പോ ശൈത്താൻ കരയുമെന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നല്ലതുപോലെ നിസ്കരിക്കാൻ കഴിയണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഒരു മഹാൻ ഒതുപെടുക്കുന്ന സമയത്ത് കരയുകയോ. പറയുന്നുണ്ട്, ഒതുപെടുക്കുന്ന സമയത്തെ കരയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, നിറമങ്ങ് മാറുകയാണ്. അല്ലാഹുവേ, ഹൗലുങ്കരയിൽ നിന്ന് ഒതുപെടുക്കുന്ന സമയത്ത് പോലും നിറമങ്ങ് മാറുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും ഒതുപെടുക്കുന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? മഹാനവറുകൾ പറയുന്ന, എന്തിനാ ഒതുപെടുക്കുന്ന സമയത്ത് കരയുന്നതെന്നറിയോ? ഈ ഒതുപെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. എന്നെ പടച്ച റബ്ബിനെ കാണുന്നതിന് വേണ്ടിയാ ഞാൻ ഒതുപെടുക്കുന്നത്. പിന്നെ എങ്ങനെയാ ഞാൻ കരയാതിരിക്കുക? പടച്ചവനെ, ഒതുപെടുക്കുമ്പോഴേ കരയണം ചെറുപ്പക്കാരാ. കാരണം നിന്റെ പാപങ്ങൾ ആ സമയത്ത് പൊറുക്കുന്ന സമയമാ. കരഞ്ഞുകൊണ്ട് ഒതുപെടുത്തിട്ട് പള്ളിക്കകത്ത് കയറുകയാണ്. പടച്ചവനെ കാമത്ത് കൊടുത്തു, നമസ്കരിക്കാൻ ഇമാമ് വന്നു നിന്നു, എല്ലാവരും സഫ് കെട്ടി നിന്നു. അതാ കൈകെട്ടുന്നതിന് തൊട്ട് മുമ്പ്, കൈകെട്ടുന്നതിന് തൊട്ട് മുമ്പ് പടച്ചവനെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയുമോ? കണ്ണ് തുറന്നു നോക്ക് ചെറുപ്പക്കാരാ. കണ്ണിന്റെ മുന്നിൽ കാണേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ കഅബാലയമുണ്ടല്ലോ. പടച്ചവന്റെ കഅബാലയം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണം. ആ കറുത്ത കഅബാലയം പടച്ചവരെ, ആ കഅബാലയത്തെ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ആ കഅബ തന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നിസ്കരിക്കുന്നവനെ പോലെ പടച്ചവനെ, നീ നിന്റെ കണ്ണുകൊണ്ട് കഅബാലയം കാണണം. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, നിന്റെ കഴുത്തിന്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ. നാളെ സുബഹി നമസ്കരിക്കുന്ന ഓരോ മനുഷ്യനും തന്റെ തലയുടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കണം. ഒരു മനുഷ്യൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, ഒരാള് നിന്നെ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. പെട്ടെന്ന് നിസ്കരിക്കടാ, പെട്ടെന്ന് നിസ്കരിക്കടാ. ആരാ പുറകിൽ കാത്തു നിൽക്കുന്നതെന്നറിയുവോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ പുറകിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. എന്തിനെന്നറിയുവോ? നിന്നെ കൊണ്ടുപോകാ. പെട്ടെന്ന് നിസ്കരിക്കടാ, പോകാ സമയമായി. പെട്ടെന്ന് നിസ്കരിക്കെന്ന് പറഞ്ഞിട്ട് അസ്റായീൽ നിന്റെ തൊട്ടു പുറകിൽ നിന്നെ കൊണ്ടുപോകാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. വലതു ഭാഗത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ സ്വർഗമാണ് കാണേണ്ടത്, അല്ലാഹുവിന്റെ സ്വർഗമാണ് കാണേണ്ടത്. ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോ കാണേണ്ടത് അല്ലാഹുവിന്റെ നരകവാ. ചിന്തിക്കണമല്ലോ, ഈ നമസ്കാരം ശരിയായ ഈ സ്വർഗം എനിക്കുള്ളതാ. ഈ നമസ്കാരം ശരിയായില്ലെങ്കിൽ എന്റെ കിടക്കുന്ന വീട് ഈ നരകവാ. പടച്ചവനെ, അതാ മഹാനബികൾ അഞ്ചാമതായി പറയുകയാണ്, നാളത്തെ സുബഹി നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യമാ. സലാം വീട്ടിക്കടിഞ്ഞ ഒരു സുബ്ഹാനല്ലാഹ് പറയാ നീ ഇല്ലടാ ചെറുപ്പക്കാരാ. പിന്നെ നിനക്കൊരു അൽഹംദുലില്ലാ പറയാ സമയമില്ല. ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യം ഈ നമസ്കാരമാണെന്നുള്ള ബോധത്തോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കരിച്ച അവന്റെ നമസ്കാരം കണ്ടിട്ട് ശൈത്താൻ കരയും. മോനെ,
എന്റെ പ്രിയമുള്ളവരെ നിസ്കരിക്കേണ്ടത് എങ്ങനെയാ? അതുകൊണ്ട് നമസ്കാരം അലംഭാവത്തോട് കാണുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ, കണ്ണിന്റെ മുന്നിലൂടെ ജനങ്ങളതാ പ്രായമുള്ളവര് പള്ളിയിൽ പോകുന്നത് കണ്ടാൽ കേറില്ലല്ലോ. മോനെ, ആരോടാ വാസി കാണിക്കുന്നത്? ആരോടാ വാസി കാണിക്കുന്നത്? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരിക്കൽ ഒരു മനുഷ്യൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് നിൽക്കുമ്പോ അതാ മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയാണ്. പടച്ചവരേ, മലക്കുൽ മൗത്തിനെ കാണുമ്പോ റസൂലുള്ളാഹി തളർന്നു വീഴുകയാ, കൈകാലുകൾ വിറയ്ക്കുകയാണ്. പടച്ചവനെ, ഈ ഭയാനകമായ രൂപം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്ത് രൂപമാണ് ഇസ്രായീൽ? വല്ലാത്ത ദുർഗന്ധമടിക്കുന്നല്ലോ, നിന്നെ കണ്ടിട്ട് പേടി തോന്നുന്നു ഇസ്രായീലേ. ഈ കിടക്കുന്നത് കാഫിറല്ല, മുസ്ലിമാ. ഈ ചെറുപ്പക്കാരൻ മുസ്ലിമാണല്ലോ, എന്തിനാ നീ ഈ രൂപത്തിൽ ഇറങ്ങി വന്നത്? നിനക്കൊന്ന് നല്ലതുപോലെ വന്നുകൂടെ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ, ഈ വൃത്തികെട്ടവന്റെ അടുക്കൽ നിൽക്കല്ലേ, ഇറങ്ങിപ്പോ നബിയേ, ഇറങ്ങിപ്പോ നബിയേ. ഇവനോട് ഞാൻ കരുണ കാണിക്കില്ല, ഇവനോടൊരു പരിഗണനയുമില്ല. എന്റെ പ്രിയമുള്ളവര്, മലക്കുൽ മൗത്ത് പോലും അവിടെ നിന്ന് പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ നന്നാകടാ പൊന്നുമോന്. എന്റെ സംഘാരകൾ ഉൾപ്പെടെ എല്ലാവരോടും പറയുകയാ, 5 വഖത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കല്ലേ. അവസാനത്തെ വഖത്ത് നിസ്കരിച്ചിട്ടേ മരിക്കാവൂ, അവസാനത്തെ വഖത്ത് നിസ്കരിച്ചിട്ടേ മരിക്കാവൂ. പടച്ചവനെ, ഇന്ന് വാതിന് വരുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയാ. കാരണം എവിടെന്നാ വരുന്നതെന്നറിയോ? ഇന്ന് വാതിന് വരുന്നതിന് മുമ്പ് പടച്ചവനെ, എന്റെ പ്രിയ സുഹൃത്ത് റഫീഖ്, പടച്ചവനെ, അവരുടെ നാട്ടിൽ 2 ദിവസം മുമ്പ് ഒരു കുടുംബത്തിലെ 3 മക്കൾ ഒരുമിച്ചങ്ങ് മരണപ്പെട്ടു പോയല്ലോ. 2 മക്കളും ഒരു പെൺകുട്ടിയും, ആകെയുണ്ടായിരുന്ന 3 മക്കളും പടച്ചവനെ വെള്ളത്തിന്റെ അകത്ത് മുങ്ങി മരിച്ചു പോയല്ലോ. അല്ലാഹുവേ, ആ മരിച്ച വീട് കണ്ടിട്ടാ വരുന്നത്, ആ മരിച്ച വീട്ടിൽ കയറി ദുആ ചെയ്തിട്ടാ വരുന്നത്. പടച്ചവനെ, എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മക്കളുടെ വാപ്പ ഇങ്ങനെ ഇരുന്ന് കരയുന്ന ഉസ്താദേ, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുത്തല്ലോ. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ. 3 ശുഹദാക്കളുടെ വാപ്പയല്ലേ, 3 ശുഹദാക്കളുടെ വാപ്പയല്ലേ നിങ്ങള്? 3 ശുഹദാക്കളെ വളർത്താൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണല്ലോ. എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ, ഉസ്താദേ, മരിക്കുന്നത് വരെ ജീവിക്കണമല്ലോ, മരിക്കുന്ന കാലം വരെ ഇങ്ങനെ ജീവിക്കണമല്ലോ. 3 മക്കളുടെ മയ്യത്ത് ഒറ്റ ദിവസം കണ്ട വാപ്പയാ. അല്ലാഹുവേ, പടച്ചവരേ, ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ. മോനെ, ഇത്രയേ ഉള്ളടാ ജീവിതത്തിന്റെ വില, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ല. പൊന്നുമോനെ, നിന്റെ ജീവിതത്തിൽ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രൂപത്തിലാണ് വരുന്നതെന്നറിയില്ലോ. എന്റെ പ്രിയമുള്ളവരെ, എപ്പോ എവിടെ വെച്ച് വന്നാലും അവസാനത്തെ വഖത്തും നിസ്കരിച്ചിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പടച്ചവനെ, ഞാനൊരു മനുഷ്യനെ പറഞ്ഞു തരാ, നിങ്ങൾക്കൊക്കെ നല്ല പരിചയമുള്ള ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞു തരാ. പടച്ചവനെ, വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുകയാണ്. പടച്ചവനെ, പതിവില്ലാതെ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുന്നു. മക്കള് ചോദിച്ചു, എന്തിനാ വാപ്പാ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുന്നത്? അല്ലാ, വാപ്പ മക്കളോട് പറഞ്ഞു, നിങ്ങൾക്കത് പിന്നെ മനസ്സിലാ.
മനസ്സിലാകും, അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും. കല്യാണ വീടിന്റെ കല്യാണം വരുമ്പോ വീട് വൃത്തിയാക്കുന്നത് പോലെ വീടിന്റെ പരിസരം മുഴുവനും വൃത്തിയാക്കുകയാ. അവസാനം അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്കത് പിന്നെ മനസ്സിലാകും. അല്ലാഹുവേ, അന്ന് വൈകുന്നേര സമയമെത്തിയപ്പോ ഭാര്യയോട് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണെ എന്നെ നീ ഒന്ന് കുളിപ്പിക്കുവോ, എന്നെ നീ ഒന്ന് കുളിപ്പിക്കുവോ. അവസാനം ഭാര്യ കുളിപ്പിക്കുകയാണ്. കുളിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇനി ഒരിക്കലും നിനക്കെന്നെ കുളിപ്പിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, അവിടെ നിന്ന് കുളിച്ചു. ഭാര്യ ഭർത്താവിനെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒതുവെടുത്തിട്ട് നമുക്ക് നിസ്കരിക്കാം. ഭാര്യയും ഭർത്താവും കൂടെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ടല്ല ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ എന്നെ മരിക്കുന്ന ദിവസം നിസ്കരിക്കണമെന്ന് വല്ലാത്ത മോഹമായിരുന്നു. അല്ലാഹു എനിക്കതിനുള്ള ഭാഗ്യം തന്നില്ലോ എന്ന് യാത്രയും പറഞ്ഞിട്ട് കിടന്നതാ. എന്റെ പ്രിയമുള്ളവര്, അവസാന പടച്ചറപ്പിന്റെ തീരുമാനത്തിന്റെ മുന്നിലങ്ങ് യാത്രയായപ്പോ ആരെക്കുറിച്ചാ പറഞ്ഞതെന്നറിയുവോ? പാറന്നൂർ ഉസ്താദിന്റെ ചരിത്രമാ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ, മോനെ, മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഇന്നലെ പള്ളിയിലേക്ക് ജുമയ്ക്ക് പോകുമ്പോ പടച്ചവന്റെ ചെറുപ്പക്കാര് പാണ്ടിലൂരിയുടെ അടിയിൽ നിന്ന് രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ രണ്ട് മക്കളാണ്. പടച്ചവര് മോനെ അവസാനം കണ്ണിന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് മരിക്കുമ്പോ അല്ലാഹുവേ, കണ്ടവര് മുഴുവനും ഓടുകയാണ്. ലോറിയുടെ ഡ്രൈവർ വിളിച്ചു കൂവിക്കൊണ്ടാ ഓടുന്നത്. അവസാനം ഫയർഫോഴ്സ് വന്നിട്ട് പടച്ചവനെ വല്ലാത്തൊരവസ്ഥയിൽ അവിടെ നിന്ന് മയ്യത്തെടുക്കുമ്പോ, ചെറുപ്പക്കാരാ, ജീവിതത്തിന് വില ഇത്രയേ ഉള്ള പൊന്നുമോന്, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലോ. ഏത് സമയത്ത് എവിടെ വെച്ച് വന്നാൽ സമ്മാന പൊതി വാങ്ങുന്നത് പോലെ മരണം വാങ്ങണം മോനെ. അർഹമുറഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കടേ തമ്പുരാന്. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. ഓടേണ്ടവർക്ക് ഓടാ, ഇപ്പോഴല്ലേ ഓടാൻ പറ്റൂ. മലക്കുൽ മൗത്ത് വന്നാൽ എവിടെയോടാരാ? ഇത് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബേ, ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയുടെ പ്രവർത്തനത്തിന് വേണ്ടിയല്ലേ, മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദക്ക കൊടുക്കാൻ കഴിയുമോ? നല്ല ഒരു സദക്ക കൊടുക്കാൻ കഴിയുമോ? സദക്ക ഇടുന്ന സമയത്ത് പറയണമല്ലോ, മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട്, മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒന്നുപെടുത്തിട്ട് നിസ്കരിച്ചിട്ട് മരിക്കാൻ ഭാഗ്യമ തരണേ അല്ലാ, ഭാഗ്യമ തരണേ അല്ലാ. ഒരു നിയത്തോടെ ഒരു നല്ല സദഖ എടുത്തു. അല്ലാഹുവേ, റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ആരെല്ലാം ഒരു നല്ല സദഖ കൊടുക്കുന്നു അവർക്ക് റബ്ബേ നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. ഏതെങ്കിലും ഒരു മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാഹ്. അവരിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മൈക്ക് സെറ്റുകാരൻ എന്താ പറ്റി, ഇന്നെല്ലാം പോയെന്ന് തോന്നുന്നു. ഇന്ന് പോട്ടെട്ടാ, നാളെ ക്ലിയർ ആക്കിയേക്കണം കേട്ടോ. ഇന്നത്തേക്ക് ഒരു ദിവസം കേട്ടോ, നാളെ അതൊക്കെ ശരിയാക്കിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം നിസ്കരിക്കാത്തവരല്ല, നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു, അല്ലാഹുവേ പടച്ചവനെ ഇവരുടെ ഇരു ലോകവും നീ വിജയത്തിലാക്കി കൊടുക്കണേ റഹ്മാൻ. ഇവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവനെ. ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണേ പടച്ചവൻ. എല്ലാവരും ഇട്ടോ നല്ല കാര്യത്തിന് വേണ്ടിയാ. ഇവിടുത്തെ മദ്രസയെ കുറിച്ച് എല്ലാവരും നല്ല നിലയിൽ അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ മദ്രസ വളരെ തുച്ഛമായ കുറച്ച് ആൾക്കാർ മാത്രം, ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും വഴിയില്ലാതെ പിരിവുകൾ എടുത്തിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ലക്ഷ്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആരോ കുറച്ച് വസ്തു കൊടുത്തു, 10 സെന്റ് വസ്തു ആരോ കൊടുത്തു. അവിടെ ഒരു ചെറിയ ഒരു ബിൽഡിംഗ് വെച്ചിട്ട് വാടകയ്ക്ക് കൊടുത്താൽ അൽഹംദുലില്ലാഹ് കലാകാലം അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് പള്ളി മദ്രസയുടെ കാര്യങ്ങൾ നടക്കും. അല്ലാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരൻ, അത് ഇൻഷാ അല്ലാഹ് 11:30 നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ബാക്കി നാളെ മൈക്ക് സെറ്റൊക്കെ എന്തോ ചെറിയ ഷോട്ടെങ്ങാണ്ട് വന്നിട്ട് എല്ലാം പോയി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് നിർത്താം. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് നേരത്തെ തുടങ്ങാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എഴുന്നേറ്റ് ബക്കറ്റ് ഒന്ന് പെട്ടെന്ന് അൽഹംദുലില്ലാഹ്. ബക്കറ്റ് പെട്ടെന്ന് പുറകോട്ട് പോട്ടെ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ചങ്ങാതി അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി വാ ഇൻഷാ അല്ലാഹ്. ഇനി ദുആ ചെയ്യ്. എല്ലാവരും ഒന്ന് കാണാനാ. നാളെ കാണാൻ പറ്റിയില്ലെങ്കിൽ വാ, എല്ലാവരും ഇങ്ങോട്ട് മുന്നോട്ട്. പുറത്ത് ചെറുപ്പക്കാരൊക്കെ കയറിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും പെട്ടെന്ന് സമയായി. നിൽക്കണ ചങ്ങായിമാരൊക്കെ ഡെസ്കിന്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് ബിസ്മില്ലാ ബാബാ ദുആ ചെയ്യാൻ പോകുന്നു, സ്വർഗത്തിൽ പോകാൻ പോകുന്നു. ഇന്ന് ദുആ ചെയ്തിട്ട് അങ്ങ് പൊക്കോ. നാളെ വരണ്ട, പെട്ടെന്നോ നാളെ വരണ്ട. വള്ളിക്കാട്ടി കിടന്ന് വാഴേക്കാം. ഇങ്ങോട്ട് കയറി. ആ വണ്ടിയുടെ സൈഡിൽ ഇരിക്കണവരൊക്കെ ഇങ്ങോട്ട് വാ. സ്വർഗത്തിൽ കയറി അല്ലെങ്കിൽ പോ. പെട്ടെന്ന് വാ. അൽഹംദുലില്ലാഹ്. സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.